ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വോം. ഇന്ന് പല കുട്ടികളിലും നമ്മൾ കാണുന്ന ഒന്നാണ് ആത്മനിയന്ത്രണമില്ലാതെയുള്ള അവരുടെ പെരുമാറ്റം. ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഇത് അധികവും കാണാറ്. അതായത് അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് അപ്പം തന്നെ കിട്ടണം, അല്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ അവർ വളരെ ഒച്ചത്തിൽ അലറിക്കരയുക വരെ ചെയ്യും. സോ ഇതൊക്കെ കാണുന്ന പാരൻസ് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇത് കുട്ടികൾ ഈ ഒരു പ്രായത്തിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇത് വളർന്ന് കഴിഞ്ഞാൽ അവരിൽ മാറിക്കോളും എന്ന് കരുതും. ഇനി അവർക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി അങ്ങനെ മാറുമോ, അല്ലെങ്കിൽ അവരെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനത്തെ രീതിയിൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എന്തും അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലുള്ളതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, എന്തും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇതാണ് ഇപ്പം മുതിർന്നവരായാലും ശരി കുട്ടികളായാലും ശരി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അപ്പോൾ പാരൻസിന് തന്നെ പൊതുവേ കൺഫ്യൂഷൻ ആയിരിക്കും, അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ശരിയാക്കേണ്ടതുണ്ടോ, അവർക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ആത്മനിയന്ത്രണം പഠിപ്പിക്കേണ്ടത് പ്രധാനമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് ഗവേഷകർ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക്, അതായത് ഒരു 4 വയസ്സുള്ള കുറച്ച് കുട്ടികൾക്ക് ഓരോ ചോക്ലേറ്റ് വീതം കൊടുത്തു. ആ ചോക്ലേറ്റ് കൊടുത്തിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചോക്ലേറ്റ് കൂടെ തരുന്നതായിരിക്കും. ക്ഷമയോടെ കാത്തിരിക്കുന്നതിൻ്റെ പ്രതിഫലമായാണ് അവർക്കിങ്ങനെ 2ാമത് ചോക്ലേറ്റ് കൊടുക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞു, അവരുടെ പഠനമൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഇങ്ങനെ 4ാമത്തെ വയസ്സിൽ ആത്മനിയന്ത്രണം കാണിച്ച കുട്ടികളാണ് പിന്നീട് പല മേഖലകളിലും മികച്ചു നിന്നത് എന്നതാണ് ഈ ഒരു പഠനത്തിൽ പറയുന്നത്. കുട്ടികളെ ഇങ്ങനെ സെൽഫ് കൺട്രോളിങ് പഠിപ്പിക്കാതിരിക്കുമ്പോൾ അത് അവരുടെ ഭാവി ജീവിതത്തിൽ ഒരുപാട് മോശമായി ബാധിച്ചേക്കാം. ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളിലൂടെ അവരുടെ ഈ ബ്രെയിനിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ വരെ സാധിക്കുമെന്നാണ് ഈ പഠനത്തിൽ പറയുന്നത്. അവരവരുടെ അവസരം വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും അതോടൊപ്പം തന്നെ ആ ഒരു യഥാർത്ഥ സംതൃപ്തി എന്നാലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യമൊക്കെ അവർ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാതെ നമ്മൾ അവരെ അമിതമായി ലാളിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് പിന്നീട് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ കുട്ടികൾ എപ്പോഴും അവരുടെ അച്ഛനും അമ്മയും ആയിരിക്കും ഫസ്റ്റ് ഒരു മാതൃകയാക്കി എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു സെൽഫ് കൺട്രോളുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ കുട്ടികളിലും കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു എവിടെയെങ്കിലും തിരക്ക് പിടിച്ച് പോവുകയാണ്, അപ്പോൾ ഭയങ്കര ട്രാഫിക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾ സ്വയം സംസാരിക്കും, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ച് പെട്ടെന്ന് എത്തേണ്ട സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും, സ്വയം നിങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവരതൊക്കെ മനസ്സിലാക്കും. അവരുടെ സ്വഭാവത്തിനും പിന്നീട് വളർന്നു കഴിയുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷമയില്ലാതെ ഇടയിൽ കയറി സംസാരിക്കുക. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങളുടെ കുട്ടികളിലും അത് എത്താനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളെ അവർ റോൾ മോഡലാക്കുമ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ ആത്മനിയന്ത്രണമൊക്കെ പാലിച്ച് നിങ്ങൾ മുന്നോട്ട് അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. പരിണിത ഫലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് 2ാമത്തെ കാര്യം. ഒരുപാട് പ്രേരണകൾക്ക് വഴങ്ങി ഒരു ദുശീലങ്ങളിലേക്ക് ചെന്നുപെടാൻ വളരെ ഈസിയാണ്. പക്ഷെ അതിനെയൊക്കെ ചെറുത്തുകൊണ്ട് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്ത് അങ്ങനത്തെ ദുശീലങ്ങളിലൊന്നും ചെന്ന് എത്തില്ല എന്ന് സ്വയം തീരുമാനിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സ്വയം നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു രീതിയിൽ നിങ്ങളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ആരെങ്കിലും കുട്ടിയോട് വളരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി വളരെ ദേഷ്യത്തിലായിരിക്കും. അങ്ങനത്തെ ടൈമിൽ അവർക്ക് സ്വയം ചോദിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചിന്തിക്കണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്നുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് അവർ പെരുമാറിയ ആ ഒരു രീതിയിൽ തന്നെ, ചെയ്ത രീതിയിൽ തന്നെ തിരിച്ച് അങ്ങോട്ട് പറയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടോ, അതും അല്ലെങ്കിൽ അത് കൂടുതൽ കാര്യങ്ങൾ മോശമാക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുമല്ലാതെ വേറെ ഏതെങ്കിലും നല്ല വഴികളുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിന്നും നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കണോ, ഇങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ നിങ്ങൾ അവരിൽ ഉണ്ടാക്കണം. ഇങ്ങനൊരു അവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിൽ ചിന്തിക്കണം, എന്താ ചെയ്യേണ്ടത്, അങ്ങനെ അവരുടെ ചിന്താഗതി നിങ്ങൾ കുറച്ച് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം.
പിന്നീടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. അതായത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ നീ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നീ പ്രതികരിക്കും എന്നുള്ളതൊക്കെ അവരുടെ അടുത്ത് ഒന്ന് ചോദിക്കുക. അതുപോലെ അവരുടെ പ്രതികരണം അത് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തിയിട്ട് അതിനി മോശമായ രീതിയിലാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾ നല്ല രീതിയിലാക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞ് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മസംയമനം പാലിച്ച്, അതായത് സെൽഫ് കൺട്രോളോട് കൂടി പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ കുട്ടികളിൽ പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ് ക്ഷമാശീലം. അതുകൊണ്ട് തന്നെ ആദ്യം കുട്ടികളോട് നല്ലതേത് ചീത്തതേത് എന്ന് പറഞ്ഞു കൊടുത്ത ഉടനെ, അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ടോ അവർ മാറണമെന്നില്ല. പതിയെ കുട്ടികളിൽ ആ മാറ്റം കണ്ടുവരികയേ ചെയ്യുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്രമവും തക്ക മൂല്യമുള്ളതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.